ഗൈസ് കുറച്ച് ലേറ്റ് ആയി, എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഹൈപ്പ് ഒന്നും മാറിയിട്ടില്ല. 2 ദിവസമായി. ലൈക്ക് ഇപ്പോഴും എനിക്ക് ആ ട്രെയിലർ ഞാൻ ഓരോ ദിവസം 2-3 വട്ടം ട്രെയിലർ റിവാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓരോ വശം കാണുമ്പോഴും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ലൈക്ക് ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഒരുപാട് സിനിമകളുടെ റെഫറൻസ് ഇതിനകത്തുണ്ട്. ലൈക്ക് അതെല്ലാം ഡീകോഡ് ചെയ്യാൻ എൻ്റെ IIT ലെവൽ 2 ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞപ്പോൾ അവർ ഡീകോഡ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി ഗൈസ്. സോ ഞാൻ ഇപ്പോൾ തന്നെ വാണിംഗ് പറയുന്നത് ഇതൊരു നെറ്റിക്കൽ വീഡിയോ ആയിരിക്കും. സോ ലൈക്ക് അടിക്കാനൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി. ആ ട്രെയിലർ കണ്ട് നിങ്ങൾ എന്നെ പോലെ ഹൈപ്പിലാണെന്ന് അറിയാം. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ ആ ഒരു ഹൈപ്പ് നിങ്ങളുടെ കുറച്ചും കൂടി കൂടും, കുറച്ചും കൂടി പീക്കിലാവും. അതായത് ഇത്രയ്ക്കും ഹൈപ്പുള്ള ഒരു മലയാള സിനിമ 2025 ഇറങ്ങിയിട്ട് 2025 പോട്ടെ, ലാസ്റ്റ് ആയിട്ട് ഇത്രയും ഹൈപ്പായിട്ടുള്ളൊരു മലയാള സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നത് അപ്പോഴാണ്. എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇതൊരു ഫെസ്റ്റിവൽ സംഭവമായിരിക്കും ഗൈസ്. ബട്ട് സ്റ്റിൽ ഇതിന്റെ കുറച്ച് ഫ്ലോസ് കൂടി ഉണ്ട്. ഇതിന്റെ ഡയറക്ടർ, ഇതിന്റെ സ്റ്റോറി റൈറ്റർ, ഇതെല്ലാവരും പുതിയ ആൾക്കാരാണ്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് അടിക്കരുത്. ഈ വീഡിയോ കണ്ടതിന്റെ ലൈക്ക് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സെക്കൻഡ് ചാനൽ വളർത്താനുള്ള പാവപ്പെട്ട ദാരിദ്ര്യം പിടിച്ച ഒരു യൂട്യൂബറിന്റെ ശാപം ഏറ്റുവാങ്ങാണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ പടം നമ്മുടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ബോൾ ഒരു സ്പൂഫ് പടമായിരിക്കും ഗൈസ്. ഇത് ഓൾറെഡി മേക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഇതിലുള്ള റെഫറൻസുകളാണ്. അതായത് A.D. മൂസ, മീശ മാധവൻ, ഹരികൃഷ്ണൻ, അങ്ങനെ ദിലീപിനെയും ലാലേട്ടനെയും തമ്മിലുള്ള ഒട്ടുമിക്ക കിണ്ണ സിനിമകളുടെ റെഫറൻസ് ഈ ട്രെയിലറിനകത്ത് മേക്കേഴ്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഗില്ലി റെഫറൻസ് അടക്കം ഇതിനകത്ത് ഉണ്ട് ഗൈസ്. അതായത് നമ്മുടെ TN5900 ഗില്ലിയുടെ വണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും മനപ്പാടായിരിക്കും. കാരണം ഗില്ലി കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഈ സംഭവം ഉണ്ട്. ഗില്ലി കണ്ട എല്ലാവർക്കും ഈ ഒരു നമ്പർ ആയിട്ടാണെന്ന് അറിയാം. പിന്നെ ട്രെയിലർ കഴിയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ഗില്ലിത്തെ പാട്ടും പാടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ ഇത് ഗില്ലി യൂണിവേഴ്സിനും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ചൈൽഡ്ഹുഡ് തന്നെ മറക്കാൻ പറ്റുന്ന സിനിമയാണ് C.I.D. മൂസ. C.I.D. മൂസിലെ മറ്റേ ആ ഒരു മൂസക്കാർ, അതൊക്കെ ഈ ട്രെയിലർ കാണിച്ച് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം C.I.D. മൂസ 2 എല്ലാവരും വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഈ മൂസക്കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ C.I.D. മൂസിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് വരാനും ചാൻസ് ഉണ്ട്. സോ അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന് വേണ്ടി മാത്രം ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കും. C.I.D. മൂസിലെ ക്ലൈമാക്സ് ഒക്കെ ഞാൻ യൂട്യൂബിനകത്ത് ഇപ്പോഴും ചോറുമ്പൊക്കെ എടുത്തിരുന്ന് കാണുന്നതാണ്. ലൈക്ക് ഒരു ഭയങ്കര അതുപോലൊരു ക്ലൈമാക്സ് ആ കാറ് വെച്ച് കാണിക്കുന്ന പരിപാടിയൊന്നും മലയാള സിനിമാറ്റിക് ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ വേറൊരു സിനിമയിലും അങ്ങനെ വന്നിട്ടില്ല. ആ കാർ ഇതിലുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പൈസ ഇപ്പൊ തന്നെ എല്ലാം എടുത്തോ. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണണം. പിന്നെ ഈ ട്രെയിലറിലെ പല ഡയലോഗ്സും ദിലീപിന് വേണ്ടി മാത്രം എഴുതിയ പോലെ ഉണ്ട്. അതായത് ഈ ട്രെയിലർ തുടങ്ങാൻ പറയുന്നത്, നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കണം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ലൈക്ക് എക്സാക്ട്ലി ഇപ്പൊ കേരളത്തിൽ മുഖ്യം ദിലീപിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇതുപോലെ പണ്ട് രാമലീല ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു, ദിലീപ് അകത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ രാമലീല എന്തിനെ പറ്റിയിട്ട്, ദിലീപിനെ അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയെ പറ്റിയിട്ടുള്ള കഥയാണ്. അതേപോലെ തന്നെ ഈ വിധി വരുന്ന ദിവസം ഇങ്ങനെ ഒരു വിധിയായിരിക്കും വരാൻ പോകണമെന്ന് അറിഞ്ഞിട്ട് ഉണ്ടാക്കിയ ട്രെയിലർ പോലെയാണ് ഇത് എനിക്ക് തോന്നുന്നത്. ഒബ്വിയസ്ലി ഈ ദിവസമാണ് വിധി വരിക എന്ന് മേക്കേഴ്സിനെ അറിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു വിധി വരിക എന്ന് എങ്ങനെ അറിയാനാണ്? പിന്നെ ഈ ട്രെയിലറിനകത്ത് ഓരോ സീനും രോമാഞ്ചത്തിന്റെ പീക്കായിരുന്നു. ലൈക്ക് ആ ചാക്കടത്ത് ഇവിടെ ഇരുന്ന പോക്കറ്റിലിടുന്ന ഒരു സീൻ ഉണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ സീനും എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നത് പുള്ളി ഈ കഥയിൽ ഒരു വക്കീലാവാനാണ് ചാൻസ് ഗൈസ്. എന്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, ഉറപ്പിക്കാനായില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരുപാട് OG ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഗൈസ്. റിയാസ് ഖാൻ, ദേവ്ജി, സലീം കുമാർ. റിയാസ് ഖാനൊക്കെ സിനിമയിലുണ്ട്. മോനെ, റിയാസ് ഖാനിന് വേണ്ടിയെങ്കിലും ഞാൻ മിനിമം ഈ സിനിമ 2 വട്ടം കാണും. ഞാൻ ജിമ്മിലൊക്കെ പോകാൻ കാരണം തന്നെ റിയാസ് ഖാനാണ് എന്റെ ഇൻസ്പിറേഷൻ. ഞാൻ റിയാസ് ഖാന്റെ ഒരു അണ്ടർറേറ്റഡ് ഡൈ ഹാർഡ് ഫാനാണ്. ആൻഡ് നമ്മുടെ OG മുകുന്ദനുണ്ണി വക്കീൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മീശ മാധവനിലുള്ള ആ ഒരു ദിലീപിനെ ഇറക്കുന്ന ഒരു ക്യാരക്ടർ അത് തന്നെയാണ് ഇത്. സോ ഇത് ദിലീപ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ് ഗൈസ്. ഇതിനകത്ത് മീശ മാധവനുണ്ട്, C.I.D. മൂസിയുണ്ട്, ഹരികൃഷ്ണനിൽ ദിലീപ് ഇല്ല, എന്നാലും ഹരികൃഷ്ണന്റെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ഇത് ട്രെയിലറിൽ കാണിച്ച സിനിമകൾ ഇത് മാത്രമല്ല, ഒരുപാട് നമ്മുടെ ദിലീപ് പാട്ടന്റെ സിനിമകളുടെ റെഫറൻസ് നമ്മൾ ഈ സിനിമയിൽ കാണും ഗൈസ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള നമ്മുടെ ദേവ്ജിയുടെ മറ്റേ മീമില്ലേ, ഇപ്പൊ പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മീമൊക്കെ ഇതിനകത്ത് റെഫറൻസ് ആയി കുത്തിക്കയറ്റുന്നു. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇത് പുള്ളിയുടെ കാത്തിരുന്ന കംബാക്ക് മൂവ്മെന്റ് ആണെന്ന്. ഓൾറെഡി ഈ സിനിമ റിലീസ് ആവേണ്ട കാര്യമില്ല, ഇപ്പൊ തന്നെ ഇതൊരു കംബാക്ക് മൂവ്മെന്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് സ്റ്റിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ ദ മൂവി. ഐ ആം മാസീവ്ലി വെയിറ്റിംഗ് ഫോർ ദ മൂവി. കുറെ നാളിന് ശേഷമാണ് ഇത്രയും ഹൈപ്പിൽ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലാലേട്ടനും ദിലീപും ഒരുമിച്ച് വരികയാണ് ഇതിനകത്ത് ലാലേട്ടനും ദിലീപും ഒരുമിച്ചിട്ട് ചെറിയൊരു പോസിറ്റീവ്, അതായത് ഹൈ പോസിറ്റീവ് കൊണ്ടാണ്. ജസ്റ്റ് ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ തന്നെ ബോക്സ് ഓഫീസിൽ 2 പേരും കൂടി ബോംബ് വെച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇവർ തമ്മിലൊരു ഡാൻസ് കൂടി ഉണ്ട്. ഓ മൈ ഗാഡ്, ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി സോൾഡ് ആയി.
എനിക്ക് ആ സിനിമ കാണണം അറ്റ് എനി കോസ്റ്റ്. 500 രൂപ ടിക്കറ്റ് വെച്ചാലും ഞാൻ പോയി കാണും. പിന്നെ ഇവർ തമ്മിൽ ഒരു ഹരികൃഷ്ണന്റെ ആ ഒരു ഫ്രെയിമില്ല, മമ്മൂട്ടിയും മോഹൻലാലും കൂടി നിൽക്കുന്നത്, അത് ദിലീപേട്ടനും ലാലേട്ടനും കൂടി നിൽക്കുന്ന ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് മമ്മൂട്ടി ഒരു ക്യാമിയോ ആയിട്ട് വരും. ഇനി മമ്മൂട്ടി കൂടി വന്നു എന്ന് പറയുന്നത് 2020 ആയി. ലൈക്ക് അതുവരെ ഈ ഒരു ട്രെയിലർ എനിക്കൊരു എവറേജ് മാത്രമായിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ എൻട്രി കൂടെ വന്നപ്പോൾ ലൈക്ക് എൻ്റെ ഹൈപ്പ് ഇവിടെ ഈ മണ്ടയ്ക്കായി. അതായത് ഇതിന്റെ മേലെ ഒരെണ്ണം ഇല്ല, ഇതിന്റെ മേലെ ഒരെണ്ണം വെക്കാനില്ല ഈ മലയാള സിനിമയിൽ. അങ്ങനെ എനിക്ക് തോന്നുന്നു അവർ ആ ഡാൻസ് കളിക്കുന്ന ആ പാട്ട് മറ്റേ കലാപമണിയുടെ സോന എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട് ഗൈസ്. കലാപമണിയുടെ പാട്ട് ദിലീപും നമ്മുടെ ലാലേട്ടനും കൂടി ഡാൻസ് കളിക്കുന്നു ഗൈസ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? 2025 പ്രോപ്പർ എൻഡിങ് ഇതായിരിക്കണം. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ധനഞ്ജയ് ശങ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ പ്രീവിയസ് വർക്കൊന്നും ഇല്ല, കാരണം പുള്ളിയുടെ ഫസ്റ്റത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമയിൽ തന്നെ ലൈക്ക് ലാലേട്ടനും ദിലീപിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിങ്ങനെ ഒരു ടൈമിൽ പുള്ളിയുടെയൊക്കെ ഒരു കാലം ലൈക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇവർ രണ്ടുപേരും അഭിനയിക്കുക ആൻഡ് ഇതിന് ഇത്രയും ബഡ്ജറ്റ് ഇടുക. അതുമാത്രമല്ല വിനീത് ശ്രീനിവാസൻ ലൈക്ക് ഇതൊരു ഫെസ്റ്റിവൽ പോലത്തെ ഒരു സിനിമയാണ്. സോ ഒന്നും കാണാണ്ട് നമ്മുടെ ലാലേട്ടൻ ദിലീപൊന്നും ഡേറ്റ് കൊടുക്കില്ലല്ലോ. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. ഇതൊരു പുതിയ ഡയറക്ടർ ആയതുകൊണ്ട് നമ്മളങ്ങനെ നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല ഗൈസ്. നമ്മുടെ ലോക്ക ഒരു ഓൾമോസ്റ്റ് ഒരു പുതിയ ഡയറക്ടറാണ്. പുള്ളിയുടെ മുമ്പത്തെ സിനിമ മുമ്പത്തെ 1-2 സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു സിനിമയെ മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നത്. സോ പുതിയ ഡയറക്ടർ വരണം. സോ പുതിയ ഡയറക്ടേഴ്സ് വന്നാലാണ് പുതിയ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവുള്ളൂ. എൻ്റെ IIT ലെവൽ ബ്രെയിനുള്ള ചൂത്തിയ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് ഇതിന്റെ സ്റ്റോറി എഴുതുന്നതും പുതിയ ആളുകളാണെന്നാണ്. സോ പുതിയ ആളുകൾ, പുതിയ സ്റ്റോറീസ്, പുതിയ സ്റ്റേജസ്, പുതിയ മൂവീസ് ഇതൊക്കെ വന്നാലാണ് നമ്മുടെ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. സോ ലെറ്റ് സപ്പോർട്ട് ഇറ്റ്. ഈ പുതിയ ആൾക്കാർക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ചിലപ്പോൾ ഇവർക്കും ഉണ്ടാവും. ബട്ട് സിനിമ അടിപൊളിയാണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ ലാലേട്ടനാണ്, നമ്മുടെ ദിലീപേട്ടനുണ്ട്, പിന്നെന്താ വേണ്ടത്? ചെറിയൊരു പോസിറ്റീവ് വന്നാൽ ബോക്സ് ഓഫീസ് കത്തിക്കും. വീണ്ടും സന്ധിക്കവരേക്കും